അപ്പോൾ നമ്മുടെ സിക്സ് പാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഫസ്റ്റ് വീക്കിൽ നമ്മൾ അത് കഴിഞ്ഞു. ഫസ്റ്റ് വീക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് വീക്കിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഫുഡ് കാര്യങ്ങൾ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ സപ്ലിമെൻറ്റ് കാര്യങ്ങളും ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമ്മുടെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് അപ്പം വർക്കൗട്ടിനെ പറ്റിയിട്ട് പറയാം. ഫുഡിനെ പറ്റിയിട്ട് ഞാൻ അടുത്തതിൽ പറഞ്ഞുതരാം. ലോങ് വീഡിയോ ആക്കേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ വർക്കൗട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. രാവിലെ നമ്മൾ പോയി കഴിഞ്ഞാൽ വർക്കൗട്ടിൽ നേരത്തെ ചെല്ലും. വർക്കൗട്ടിൽ നേരത്തെ ചെന്നിട്ട് നമ്മൾ കുറച്ച് നേരം കാർഡിയോ ചെയ്യും. ഒരു 10 മിനിറ്റ് സൈക്കിൾ, 10 മിനിറ്റ് നമ്മുടെ ത്രെഡ്മില്ല് അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ നമ്മുടെ ആബ്സിന് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. ആബ്സിന് ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ ആബ്സിന് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മസിൽസ് പാർട്സിന് കളിക്കുന്നുണ്ട്. ഒരു ദിവസം എന്താ പറയുക, ബൈസ് കളിക്കുന്നുണ്ട്, ട്രൈസ് കളിക്കുന്നുണ്ട്, ലെഗ് കളിക്കുന്നുണ്ട്. അങ്ങനെ 3 ദിവസം അതങ്ങനെ റിപ്പീറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് നമുക്ക് വർക്കൗട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ്, വിങ്സ്, ഷോൾഡർ ആ ലെവലിലാണ് നമുക്ക് ആശാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ചെസ്റ്റ്, വിങ്സ്, ഷോൾഡർ അങ്ങനെ അത് 3 അങ്ങനെ കളിച്ച് പോകുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ. രാവിലെ പോയി കഴിഞ്ഞാൽ കാർഡിയോ, ആബ്സ്, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ലെഗ്. അപ്പോൾ നമ്മൾ നല്ല ഹെവിയാണ്, ഹാർഡാണ്, നല്ല റിസ്ക്കി ആയിട്ടുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ടയേർഡ് ആവുന്നുണ്ട്. പ്രീ വർക്കൗട്ടൊന്നും എടുത്തിട്ടില്ല ഇതിലായിട്ടും. പ്രീ വർക്കൗട്ടിലേക്ക് നിർബന്ധമാണ്. അപ്പോൾ പ്രീ വർക്കൗട്ടിൽ നടക്കും തോന്നുന്നില്ല. അപ്പോൾ ഏതായാലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നമ്മളെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പോകണത് കേട്ടോ. നല്ല എഫക്റ്റ്. ഒരാഴ്ച ആയപ്പോൾ തന്നെ നമ്മളെ ബോഡി എന്താ പറയുക നല്ല റിസൾട്ട് കാണിച്ചിട്ട് ബോഡിക്ക് ഒരാഴ്ച കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ. കാരണം എന്താ പറയുക, നല്ല കോൾഡൊക്കെ പിടിച്ചിട്ടുണ്ട്. കോൾഡൊക്കെ പിടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രാവിലത്തെ എണീറ്റ് വർക്കൗട്ടും അത് ഫുഡ് ചേഞ്ച് ആയത് എന്തോ ആവാം, പെട്ടെന്ന് ബോഡിക്ക് ഉള്ള ആ ഒരു ചേഞ്ച് വന്നപ്പോൾ നമ്മളെ ബോഡി റിയാക്ട് ചെയ്താൽ തോന്നുന്നുണ്ട്. കോൾഡ് പിടിച്ചിട്ടുണ്ട് ഫസ്റ്റിൽ. അപ്പോൾ അങ്ങനെ അതൊക്കെ എനിക്ക് തോന്നുന്നത് റിസൾട്ട് അതൊക്കെ തന്നെയാണ്. നമുക്ക് ശരീരത്തിൽ ചേഞ്ച് വന്നതിനുള്ള ഫസ്റ്റ് റിസൾട്ടാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്, കോൾഡ്. അപ്പോൾ നമ്മുടെ വർക്കൗട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഫുഡും കംപ്ലീറ്റ് മാറിയപ്പോൾ ഉള്ള ഒരു ചേഞ്ച് ആയിരിക്കാം. ഏതായാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോണത്. ബോഡി കണ്ടീഷൻസ് കാണിക്കാനായിട്ടില്ല, ഒരാഴ്ചയിലായിട്ടുള്ളൂ. ബോഡി റിസൾട്ട് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ ആ ചാടി നിന്നിരുന്ന, ജമ്പായി നിന്നിരുന്ന വയറൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ നോർമൽ ലെവലിൽ എത്തിയിട്ടുണ്ട്. എന്നതാ ജസ്റ്റ് കാര്യങ്ങളൊക്കെ പമ്പായി വരുന്നുണ്ട്. നല്ല സെറ്റാണ്, നല്ല അടിപൊളിയായിട്ട് പമ്പിങ്ങിൽ കിട്ടുന്നുണ്ട്. 2 ദിവസമായി വർക്കൗട്ട് ചെയ്തിട്ട് എന്നാലും പമ്പം കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെയാണ് കഴിക്കുന്നത്, എപ്പോഴൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളത്. വർക്കൗട്ടിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നു. ഇനി അടുത്ത് സപ്ലിമെൻറ്റിനെ പറ്റി പറഞ്ഞാൽ എന്തൊക്കെ സപ്ലിമെൻറ്റ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. വർക്കൗട്ടിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ വർക്കൗട്ട് ഇതാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ രാവിലെ പോകുന്നു, കാർഡിയോ ചെയ്യുന്നു, ആബ്സിന് കളിക്കുന്നു, ബൈസിന് കളിക്കുന്നു. പിറ്റേ ദിവസം സെയിം റിപ്പീറ്റായി കളിച്ചിട്ട് ബൈസല്ല ട്രൈസാണ് കളിക്കുക. പിറ്റേ ദിവസം ട്രൈസല്ല ലെഗിനാണ് കളിക്കുക. അങ്ങനെ 3 ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ അപ്പർ ആംസിൻ്റെതും ആബ്സും ലെഗ് കയ്യിൻ്റെയും കാര്യങ്ങളും കഴിയും. വൈകുന്നേരങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ചെസ്റ്റ്, വിങ്സ്, ഷോൾഡർ ആ ലെവലിൽ കളിച്ച് പോകുന്നുണ്ട്. ഏതായാലും നല്ല ഹാർഡാണ്, നല്ല ടഫിലാണ് പോണത്. ഫസ്റ്റ് വീക്ക് ആയപ്പോൾ തന്നെ ചെറിയൊരു ചേഞ്ചൊക്കെ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുഡും സപ്ലിമെൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കേ.